നിങ്ങളൊരു ബുക്ക് വായിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതം പുതിയൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇതൊരു സത്യമായ കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് 3 പവർഫുൾ ബുക്സിനെ കുറിച്ച് പറഞ്ഞു തരികയാണ്. ഞങ്ങൾ പറയുന്നില്ല, ആദ്യം നമുക്ക് ആ ബുക്കുകൾ വാങ്ങി വായിച്ചവരുടെ റിവ്യൂസ് ആമസോണിൽ നിന്ന് ഒന്ന് നോക്കാം. 0 to 1 എന്ന പുസ്തകത്തെക്കുറിച്ച് പറയുന്നു. ഇത് തീർച്ചയായും വായിച്ചിരിക്കേണ്ടതാണ്. ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സംരംഭകനും അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലോകത്തിൽ നിന്നുള്ള ഏതൊരു വ്യക്തിയും ഈ പുസ്തകം വായിച്ചിരിക്കണം. ഇതിലെ വാക്കുകൾ യുക്തിപൂർണമായും നിഷേധിക്കാനാവാത്തവയുമാണ്. ഒരാൾക്ക് മികച്ച കാഴ്ചപ്പാട് നൽകുന്ന പുസ്തകമാണ്. ഞാൻ ഈ പുസ്തകം 3 തവണ വായിച്ചു. ഓരോ തവണ വായിക്കുമ്പോഴും ഒരു സംരംഭകൻ ലോകത്ത് അഭിമുഖീകരിക്കുന്ന വിവിധ വെല്ലുവിളികളെ കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകൾ ഞാൻ കണ്ടെത്തി. നിങ്ങളുടെ ശേഖരണത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണിത്. ഈ പുസ്തകം തനതായ ഒരു എൻസൈക്ലോപീഡിയ തന്നെയാണ്. ഈ പുസ്തകം ഒന്നിലധികം വായിച്ചവർക്ക് മാത്രമേ ഞാൻ പറയുന്നത് മനസ്സിലാവുക പോലുമുള്ളൂ. മോഡൽസ് എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ആമസോൺ റിവ്യൂ നോക്കൂ. ഈ പുസ്തകം നിങ്ങളെയും നിങ്ങളുടെ ബന്ധങ്ങളെയും ഡേറ്റിംഗിനെയും സ്ത്രീകളെ ആകർഷിക്കുന്നതിനെയും കുറിച്ച് നിങ്ങൾ പുലർത്തുന്ന പല വിശ്വാസങ്ങളെയും മാറ്റിമറിക്കും. നിങ്ങളെ ആത്മവിശ്വാസമുള്ള ഒരു പുരുഷനാക്കുവാനുള്ള പാതയിലേക്ക് നയിക്കുകയും ചെയ്യും. എല്ലാ പുരുഷന്മാരും അവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഒന്നും പരിഗണിക്കാതെ ഈ പുസ്തകം തീർച്ചയായും വായിച്ചിരിക്കേണ്ടതാണ്. ഇനി മിനി ഹാബിറ്റ്സിനെ കുറിച്ച് ആമസോണിൽ നിന്ന് ലഭിച്ച ഒരു റിവ്യൂ നോക്കാം. ഈ പുസ്തകം വാങ്ങാൻ ഒരിക്കലും മടിക്കണ്ട. ഇതൊരു യഥാർത്ഥ ഗെയിം ചേഞ്ചർ തന്നെയാണ്. എന്റെ അഭിപ്രായത്തിൽ ഈ പുസ്തകം അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിനേക്കാളും ദ പവർ ഓഫ് ഹാബിറ്റ്സ് എന്ന ബുക്കിനേക്കാളും വളരെ മികച്ചത് തന്നെയാണ്. ഈ 3 ബെസ്റ്റ് സെല്ലർ ബുക്കുകളുടെ മലയാളം ഓഡിയോ ബുക്സ് അടുത്ത 72 മണിക്കൂർ സമയത്തേക്ക് നമ്മുടെ ടൈം ഫോർ ഗ്രേറ്റ്നസ് എന്ന ആപ്ലിക്കേഷനിൽ ഒരു കോംബോ പാക്കേജായി നൽകുകയാണ്. ഈ 3 ഓഡിയോ ബുക്സ് നിങ്ങൾ സെപ്പറേറ്റ് ആയി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് 615 രൂപയാണ് വില. എന്നാൽ ഇവിടെ ഈ 3 ബെസ്റ്റ് സെല്ലർ ബുക്കുകൾ നിങ്ങൾക്കൊരു കോംബോ പാക്കേജിൽ വെറും 499 രൂപയ്ക്ക് ടൈം ഫോർ ഗ്രേറ്റ്നസ് ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ ഓഫർ വരുന്ന 72 മണിക്കൂറിലേക്ക് മാത്രം. അതുപോലെ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യം പറയട്ടെ. വേൾഡ് വൈഡ് റീഡേഴ്സിന് മുന്നിൽ വലിയ പ്രകമ്പനമുണ്ടാക്കിയ ദ ബിസിനസ് സ്കൂൾ എന്ന ബുക്കിന്റെ 49 മണിക്കൂർ ദൈർഘ്യമുള്ള 2D അനിമേഷൻ സഹിതമുള്ള വീഡിയോ ബുക്ക് നമ്മുടെ ടൈം ഫോർ ഗ്രേറ്റ്നസ് എന്ന ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭ്യമാണ്. ഈ ഓഡിയോ ബുക്കിന്റെ കോംബോ പാക്കേജ് സ്വന്തമാക്കുവാനും ഈ ഫ്രീ വീഡിയോ ബുക്ക് സ്വന്തമാക്കുവാനും ടൈം ഫോർ ഗ്രേറ്റ്നസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, ബാക്ക് ടു ദ വീഡിയോ. വെൽക്കം ടു ടൈം ഫോർ ഗ്രേറ്റ്നസ്. 10 things to don't trust someone. നമ്മളോട് ആരെങ്കിലും കൂടുതൽ അടുക്കുകയോ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അവരോട് ഷെയർ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നീട് ആ ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് അവർ നമ്മളെ പറ്റിക്കാനും സാധ്യതയുണ്ട്. നമ്മളിരുന്ന് വിഷമിക്കുകയും ചെയ്യും. ഇനിയെങ്കിലും എന്നെ ആരും പറ്റിക്കരുത് എന്ന് വിചാരിക്കും. പക്ഷേ അവരെങ്ങനെയാണ് എന്നെ പറ്റിച്ചത് എന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടല്ലേ? ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഈ 10 വിഷയങ്ങൾ നിങ്ങൾ ഇടപഴകുന്ന ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ആവശ്യത്തിന് അകലം പാലിക്കണം. വിഷയങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളെ പറ്റിക്കുന്ന ആളെ കണ്ടുപിടിക്കുവാൻ വേണ്ടി കിട്ടുന്ന പോയിന്റ്. ആ ഒരു പോയിന്റ് നിങ്ങളുടെ ജീവിതത്തിന് വളരെ ഉപകാരപ്രദവുമായിരിക്കും. നമ്പർ 1, സോഷ്യൽ ക്രൂവാലിറ്റി. സാധാരണ എല്ലാവർക്കും 2 തരം മുഖങ്ങളാണുള്ളത്. ഒന്ന് പബ്ലിക്കിനോടൊപ്പം ഇടപഴകുമ്പോഴുള്ള മുഖം, മറ്റൊന്ന് നമ്മളോട് വ്യക്തിപരമായി ഇടപഴകുമ്പോഴുള്ള മുഖം. ഉദാഹരണത്തിന്, പബ്ലിക്കിൽ ഒരാൾ വളരെ പൊളൈറ്റായും കൈൻഡായിട്ടും കാണപ്പെടും, നന്നായി ചിരിച്ചുകൊണ്ട് സംസാരിക്കും. എന്നാൽ ആ വ്യക്തിയുടെ പ്രൈവറ്റ് ജീവിതത്തിൽ തൻ്റെ കൂടെ എപ്പോഴും ജീവിക്കുന്നവരോടൊപ്പം സ്നേഹം കാണിക്കാതെ വെറുപ്പ് കാണിച്ചുകൊണ്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കുവാൻ വേണ്ടിയുള്ള ഒരു വഴിയാണ് അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ച് നിങ്ങൾ ജോക്ക് പറയുക. 2 മുഖമായി ജീവിക്കുന്നവർക്ക് തന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് എന്തെങ്കിലും കളിയാക്കുകയോ തമാശ പറയുകയോ ചെയ്യുന്നത് വളരെ ഇഷ്ടപ്പെടും. അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ച് കളിയാക്കിക്കൊണ്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് വളരെ സന്തോഷമായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും ഈ സ്വഭാവക്കാരനാണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അവർ പബ്ലിക്കിൽ എങ്ങനെയാണെന്നുള്ളത് ആദ്യം പോയി നോക്കൂ. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന പോലെ അഭിനയിക്കുവാനൊക്കെ കഴിയും. എന്നാൽ ഒരു യഥാർത്ഥ മനുഷ്യൻ ഒരിക്കലും പബ്ലിക്കിന് മുന്നിൽ ഒരു മുഖവും വ്യക്തിഗതമായിട്ട് മറ്റൊരു മുഖവും കൊണ്ടു നടക്കുകയില്ല. ഇങ്ങനെ 2 ഫേസുള്ള ആരെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരിൽ നിന്ന് അല്പം അകലം പാലിച്ചോളൂ. കാരണം ഇവരെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കുവാൻ കഴിയില്ല. അടുത്തത് നമ്പർ 2, ഫ്ലിപ്പ് ഫ്ലോപ്പിംഗ്. വിശ്വസിക്കാൻ കൊള്ളാത്ത ആൾക്കാർ എപ്പോഴും സമയത്തിനനുസരിച്ച് ഓരോ രൂപം കാണിച്ചുകൊണ്ടിരിക്കും. ഒരു സമയം ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്ന് സത്യം ചെയ്യും. എന്നാൽ ഒരു കഷ്ടം വരുന്ന സമയത്ത് അവരെയൊന്നും കാണാനേ ഉണ്ടാവില്ല. എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എന്ന് എപ്പോഴും കാണിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള ഒരാൾ നിങ്ങൾക്ക് എന്ത് പ്രോമിസ് തന്നാലും അതിന് യാതൊരു വ്യർത്ഥം ഉണ്ടായിരിക്കുകയില്ല. ഇങ്ങനെയുള്ളവർക്ക് നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അവർ അതിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ശരി, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഇതുപോലെ നിറം മാറുന്ന സ്വഭാവക്കാരനാണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയുള്ളവർ ഒരേ കാര്യം 2 ആളോട് പറയുമ്പോൾ അത് 2 തരത്തിലായിരിക്കും പറയുക.
മറ്റുള്ളവരെ എപ്പോഴും അല്പം താഴ്ത്തി കെട്ടിക്കൊണ്ടും തന്നെ അല്പം പൊക്കിക്കൊണ്ടും സംസാരിക്കുവാൻ അവർക്ക് ഇഷ്ടമായിരിക്കും. ഇങ്ങനെയെല്ലാം ഞാൻ സംസാരിക്കുന്ന സമയത്ത് ആർക്കെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊന്നും അവർ ആലോചിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ അനുമതി പോലും ഇല്ലാതെ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഇത്തരം ആളുകളെ വളരെയധികം സൂക്ഷിക്കുക. ഇങ്ങനെ ഇടയ്ക്കിടെ സ്വഭാവം മാറുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഒറ്റ ഫ്രണ്ടായിരുന്നാൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ വലിയ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാക്കിത്തരിക. എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായാൽ മതി, ഈ ഫ്ലിപ്പ് ഫ്ലോപ്പറായിരിക്കുന്നവർ നിങ്ങൾക്ക് എതിരെ തിരിയുവാനും സാധ്യതയുണ്ട്. അടുത്തത് നമ്പർ 3, പീപ്പിൾ പ്ലീസിങ്. ഈ മൂന്നാമത്തെ കാറ്റഗറി എങ്ങനെയാണെന്ന് വെച്ചാൽ, മറ്റുള്ളവർ എന്നെ പുകഴ്ത്തി പറയുവാൻ വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും എന്ന നിലവാരമുള്ളവരായിരിക്കും. എന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് എന്ന് അവർ സ്വയം കരുതുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വലിയ പദവിയിലിരിക്കുന്നവർ, നിറയെ പണമുള്ളവർ എല്ലാം എന്നെ വളരെ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ടാകും. അങ്ങനെയുള്ളവരെ കംഫർട്ടാക്കി വെക്കാനും അവരുടെ ഇഷ്ടം നേടിയെടുക്കാനും ഇവർ എന്തും ചെയ്യുകയും ചെയ്യും. മാത്രമല്ല മറ്റുള്ളവർക്ക് ആവശ്യമില്ലാത്ത പ്രതീക്ഷകൾ ഇവർ നൽകും. എന്നാൽ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അവരുടേതായ യാതൊരു എത്തിക്സും ഉണ്ടായിരിക്കുകയുമില്ല. അവർ സോഷ്യലി നേടിയെടുത്ത അവരുടെ സക്സസ് ആണ് അവർ അവരുടെ ജീവിതത്തെക്കുറിച്ച് വലിയ മതിപ്പായിട്ട് കണക്കാക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ കൂട്ടർ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ ശക്തിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അതായത് തനിക്ക് അറിയുന്നവരോ തനിക്ക് അറിയാത്തവരോ ആയ പലരുടെയും ശക്തിയെ തന്റെ ശക്തി എന്ന് കരുതിക്കൊണ്ടാണ് ഇദ്ദേഹം ജീവിക്കുന്നുണ്ടാവുക. ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും തന്റെ ജീവിതത്തിൽ ഒരു തൃപ്തി അനുഭവപ്പെടുകയില്ല. അവർക്ക് സ്വന്തമായ യാതൊരു വ്യക്തിത്വവുമില്ല. അതുകൊണ്ട് അവരുടെ വ്യക്തിത്വം എപ്പോഴും അവർ നിലനിർത്തുന്നത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ഇത്തരക്കാരുടെ സംസാര രീതിയോ ചിരിയോ കണ്ട് നിങ്ങൾ ഒരിക്കലും അവരെ 100% വിശ്വസിക്കാൻ പോകണ്ട. കാരണം അവർ ഇതെല്ലാം ചെയ്യുന്നത് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ്. അടുത്തത് നമ്പർ 4, സ്റ്റബോൺ ഡിഫൻസസ്. ആർക്കെങ്കിലും അവനവനെ പരിചയപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? എന്നാൽ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്ത ആളുകൾ എങ്ങനെയായിരിക്കും? അവർ അവരെക്കുറിച്ച് പൂർണ്ണമായും ഒരു ഇൻട്രൊഡക്ഷൻ തരുവാൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല. അവർ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറയുവാനും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല. കാരണം ഇങ്ങനെയുള്ളവർക്ക് അറിയാം അവർ എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയാൽ അവരുടെ സീക്രട്ടുകൾ പുറത്തു വരുമെന്ന്. അതുകൊണ്ട് എന്നെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നവർ ഇടയ്ക്കിടെ പറയുകയും ചെയ്യും. മാത്രമല്ല അവരെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ സംസാരത്തിന്റെ ഗതി മാറ്റുകയും അവരെക്കുറിച്ച് സംസാരിക്കുന്നതിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യും. ഒരു യഥാർത്ഥ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും അവരെക്കുറിച്ച് എന്തെങ്കിലും പറയുവാൻ വേണ്ടി ഭയപ്പെടുകയില്ല. എന്തെങ്കിലും ചോദിച്ചാൽ കൃത്യമായ മറുപടിയും നൽകും. അവർക്ക് ഉത്തരം പറയാനൊന്നും ആലോചിക്കേണ്ടി വരില്ല. കാരണം അവർ പറയുന്നത് സത്യസന്ധമായ കാര്യങ്ങളാണല്ലോ. ഉദാഹരണത്തിന്, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാൾ ഓഫീസിൽ വൈകി വന്ന സമയത്ത് എന്തുകൊണ്ട് വൈകി എന്ന് ചോദിച്ചാൽ, ഞാൻ എണീക്കാൻ വൈകിപ്പോയി, അതുകൊണ്ടാണ് ഓഫീസിലെത്താൻ വൈകിയതെന്ന് തുറന്നു പറയും. ഇതേ സമയം വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണെങ്കിൽ അവിടെ കുറച്ച് ആലോചിക്കുകയും പല കഥകൾ പറയാൻ ശ്രമിക്കുകയും ചെയ്യും. അടുത്തത് നമ്പർ 5, സെക്കൻഡ് ഗസിംഗ്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവരെ കുറിച്ച് ഒരു മോശമായ ഫീലിംഗ് ഉണ്ടാവാറുണ്ടോ? നിങ്ങൾ ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പുറത്തു പോകാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. എന്നാൽ നിങ്ങൾക്കൊരു വയറുവേദന വന്നു. അത് കാരണം നിങ്ങൾ പോണോ വേണ്ടയോ എന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കുവാൻ തുടങ്ങി. അവർ നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ കാര്യം ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമതൊരു ചിന്ത വരുന്ന അവസ്ഥ. ഇങ്ങനെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ തോന്നുന്നു എങ്കിൽ അദ്ദേഹം നന്നല്ലാത്ത മനുഷ്യനാണ് എന്നാണോ അർത്ഥം? ഒരിക്കലുമല്ല. ഇതിന് കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ബാഡ് ഫീലിംഗ് ആണ്. ആരെ വിശ്വസിക്കാമെന്ന് എങ്ങനെയാണ് കൃത്യമായിട്ട് അറിയുക? നിങ്ങളുടെ ഉൾ മനസ്സ് എന്താണോ പറയുന്നത് അതിനെ അനുസരിക്കൂ. നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നത് എല്ലാം 100% ശരിയായിരിക്കില്ല എങ്കിലും നിങ്ങളുടെ ഉള്ളു പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ പലപ്പോഴും സാഹചര്യങ്ങൾ ശരിയായി വരും. അടുത്തത് നമ്പർ 6, സ്റ്റീലിംഗ് ക്രെഡിറ്റ്. ആരോ ഒരാൾ കഷ്ടപ്പെട്ട് ചെയ്തൊരു കാര്യത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണോ? ഇങ്ങനെ ഒരു ചിന്ത ഒരിക്കലും നിങ്ങൾക്ക് വരാറില്ലല്ലോ. എന്തുകൊണ്ടെന്നാൽ മറ്റൊരാൾ ചെയ്തതിന്റെ ക്രെഡിറ്റ് ഞാൻ എടുക്കുന്നത് തെറ്റാണ് എന്ന് എനിക്കറിയാം. എന്നാൽ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്ത ആളുകൾ എപ്പോഴും ഇതാണ് ചെയ്യുക. മറ്റുള്ളവർ ചെയ്തതിന്റെ ക്രെഡിറ്റ് എല്ലാം അവരെടുക്കും. അവർക്ക് അവരെ തന്നെ ഹൈലൈറ്റ് ചെയ്യുവാനാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് ആര് ചെയ്തതിന്റെയും ക്രെഡിറ്റ് സ്വയം ഏറ്റെടുക്കുവാൻ അവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. ഇത് മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ പ്രോഗ്രസിനെ നശിപ്പിക്കുമെന്നൊന്നും അവർ ചിന്തിക്കുകയില്ല. വേറെ ആരോ ചെയ്ത ഒരു നല്ല കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെയുള്ളവരുടെ മുന്നിൽ പോയി നിങ്ങൾ ചെയ്തത് നല്ല കാര്യമായി പോയി എന്ന് പറഞ്ഞാൽ പോലും അത് അദ്ദേഹത്തിന് അത് ഞാൻ ചെയ്തതല്ല എന്ന് അറിയാമെങ്കിലും അതിന്റെ ക്രെഡിറ്റ് അദ്ദേഹം തീർച്ചയായിട്ടും എടുക്കും. അതുപോലെ തന്നെ അവർ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം ഫെയിലായി പോയി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ മറ്റാരുടെയെങ്കിലും തലയിലിടുവാനും അവർ മടിക്കുകയില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിലുണ്ടായ ഫെയിലിയറിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ അവർ ഒരിക്കലും തയ്യാറാവുകയുമില്ല. ഇങ്ങനെയുള്ളവരിൽ നിന്നും ആവശ്യത്തിന് ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട് നിൽക്കുക. ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ ജോലി സ്ഥലത്തും സോഷ്യൽ ഗ്രൂപ്പുകളിലും എല്ലാം ഉണ്ടായിരിക്കും. എന്നാൽ ഇങ്ങനെയുള്ളവരോടൊപ്പം വളരെയധികം ക്ലോസ് ആവാൻ പോകരുത്. നെക്സ്റ്റ് നമ്പർ 7, ബ്രീച്ചിങ് കോൺഫിഡൻഷ്യാലിറ്റി. ഒരുപാട് പേര് ഇങ്ങനെയുണ്ട്. അവരുടെ ഉള്ളിൽ ഒരു രഹസ്യവും തങ്ങി നിൽക്കുകയില്ല. ഏതെങ്കിലും ഒരു പ്രഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ആ രഹസ്യത്തെ ഇട്ടുടച്ചു കളയും. രണ്ടുപേർക്കിടയിൽ ഒരു രഹസ്യം ചിലപ്പോൾ പൊതുവായിട്ടുള്ളത് ഉണ്ടായിരിക്കും. ഇത് വളരെയധികം ടെൻഷനുള്ള ഒരു കാര്യവുമായിരിക്കും. ഈ രഹസ്യത്തെ ഏറ്റിക്കൊണ്ട് നടക്കുന്നത് തന്നെ വലിയൊരു കുറ്റമായിട്ടായിരിക്കും ചിലപ്പോൾ കാണുന്നുണ്ടാവുക. എന്തു തന്നെ സംഭവിച്ചാലും നമ്മുടെ ഇടയിലുള്ള ഈ രഹസ്യം പുറത്തു പോകരുത് എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകൾ എത്ര വലിയ ആളാണെങ്കിലും അവരെ വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു രഹസ്യത്തെ അദ്ദേഹം പുറത്ത് പറഞ്ഞു, എന്നാൽ അതിനുശേഷം അത് അദ്ദേഹത്തിന് വളരെ വലിയ കുറ്റബോധം ഉണ്ടാക്കിയെങ്കിൽ അദ്ദേഹം നിങ്ങളുമായുള്ള ബന്ധത്തിന് വളരെ വാല്യൂ നൽകുന്നുണ്ട് എന്നാണ് അർത്ഥം.
എന്നാൽ നിങ്ങൾക്കിടയിലുള്ള ഒരു രഹസ്യത്തെ പുറത്തു പറഞ്ഞിട്ട് അതിൽ നിന്നൊരു കുറ്റബോധവും ഉണ്ടാകുന്നില്ല, അതിനെ തമാശയായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹം വാല്യൂ നൽകുന്നില്ല എന്നാണ് അർത്ഥം. ഇങ്ങനെയുള്ള ക്യാരക്ടറുള്ള ആളുകൾ എപ്പോഴും വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ആളുകളാണ്. അവരെ ഒരിക്കലും നമ്മൾ വിശ്വസിക്കുവാൻ പാടില്ല. അവർ നിങ്ങളുടെ സുഹൃത്തിനെ പോലെ ഇരിക്കും. നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കി വെക്കും. പിന്നെ നിങ്ങളെ വിട്ടുപോയിട്ട് മറ്റുള്ളവരോടൊപ്പം ചേർന്ന് നിങ്ങളുടെ രഹസ്യങ്ങൾ അവിടെ പറഞ്ഞു നടക്കുവാൻ തുടങ്ങും. നിങ്ങൾക്ക് വളരെ വലിയ രഹസ്യമാക്കി വെക്കേണ്ട ജീവിത പ്രശ്നങ്ങൾ ആ വ്യക്തിക്ക് ചിലപ്പോൾ ഒരു തമാശ മാത്രമായിരിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ രഹസ്യങ്ങൾ തമാശയ്ക്കെന്ന പോലെ മറ്റുള്ളവരോടൊപ്പം പറഞ്ഞ് ചിരിക്കുന്നത് പോലും. അവർ നിങ്ങളുടെ ട്രസ്റ്റ് നഷ്ടപ്പെടും എന്നൊന്നും ചിന്തിക്കുകയില്ല. നിങ്ങളുടെ ബന്ധത്തിന് വലിയ വിലയും കൊടുക്കുകയില്ല. അടുത്തത് നമ്പർ 8, ആബ്സെൻസ് ഓഫ് ട്രസ്റ്റ്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിക്ക് ഈ സ്വഭാവം ഉണ്ടായിരിക്കും. അവർ മറ്റുള്ളവരെ വിശ്വസിക്കുന്നവരായിരിക്കും. ഒരാളെ നമ്മൾക്ക് വിശ്വസിക്കണോ വേണ്ടയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ആ വ്യക്തി നമ്മളെ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. നിങ്ങളെ എല്ലാവരും വിശ്വസിക്കുന്നു, എന്നാൽ നിങ്ങൾ ആരെയും വിശ്വസിക്കുന്നില്ല എങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും? ഇങ്ങനെ ആരെയും വിശ്വസിക്കാത്ത ആളുകൾ എപ്പോഴും വളരെ ഡേഞ്ചർ ആയിരിക്കും. അവർ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആരുമായിട്ടും ഷെയർ ചെയ്യുകയുമില്ല. അവർ മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയുവാൻ ശ്രമിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ളവർക്ക് അനവധി ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, എന്നാൽ ഇവർ ആരെയും പൂർണ്ണമായും വിശ്വസിക്കുകയുമില്ല. ഇങ്ങനെയുള്ളവർ എപ്പോഴും മറ്റുള്ളവരെ അധികം വിശ്വസിക്കുകയുമില്ല. എന്നെയും വിശ്വസിക്കേണ്ട എന്ന് അവർ പറയുകയും ചെയ്യും. കാരണം ഏത് നിമിഷവും നിങ്ങൾക്കെതിരെ തിരിയുവാനോ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുവാനോ ഉള്ള ഒരു എഗ്രിമെന്റ് എടുക്കുന്ന പോലെയാണിത്. കാരണം ബന്ധങ്ങൾക്ക് അദ്ദേഹം അത്രേ വില നൽകുന്നുള്ളൂ. ഏത് നിമിഷവും ഏത് ബന്ധത്തെയും ഇല്ലാതെയാക്കാം എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും അവർ. അടുത്തത് നമ്പർ 9, ടോട്ടൽ ഡിസിൻട്രസ്റ്റ്. നിങ്ങളുടെ ഫ്രണ്ടിന് നിങ്ങളുടെ ജീവിതത്തിനോട് വിലയുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിനോട് വിലയുണ്ട് അർത്ഥം നിങ്ങളുടെ ഇമോഷൻസിനോട് വിലയുണ്ട് എന്നാണ്. നിങ്ങളുടെ ഇമോഷൻസിനെ വിലവെക്കാത്ത ഒരാൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിന് വിലവെക്കുന്നുമില്ല. ഇങ്ങനെ നിങ്ങളുടെ ഇമോഷൻസിനെ വിലവെക്കാത്തൊരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങളുടെ മൂഡ് എങ്ങനെ തന്നെ ആയിരുന്നാലും ആ വ്യക്തി എപ്പോഴും അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് മാത്രമേ സംസാരിക്കുകയും പെരുമാറുകയും ഉള്ളൂ. നമ്മുടെ ഇമോഷൻസിന് യാതൊരു വിലയും കൊടുക്കാത്തവരെ നമ്മൾ വിശ്വസിക്കുന്നത് എങ്ങനെ? ഇതെല്ലാം നിങ്ങൾ എങ്ങനെ എടുക്കും, നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുമെന്നൊന്നും അവർ ചിന്തിക്കുകയേയില്ല. അടുത്തത് നമ്പർ 10, ഇഗ്നോറിംഗ് പ്രൈവസി. നിങ്ങളുടെ പേഴ്സണൽ സ്പേസിലേക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത കൂട്ടുകാർ എത്രയും പെട്ടെന്ന് നുഴഞ്ഞു കയറുവാൻ ശ്രമിക്കും. നിങ്ങളുടെ ഒരു സാധനം എടുക്കുന്നതിന് നിങ്ങളോട് പെർമിഷൻ പോലും ചോദിക്കില്ല. ഇങ്ങനെയുള്ളവർ നിങ്ങൾ വീട്ടിലില്ലാത്തപ്പോൾ പോലും നിങ്ങളുടെ വീട്ടിൽ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ പല പ്രൈവസിയിലും കടന്നു കയറും. ഞാനും നീയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റികളാണ് എന്ന് അവർ വിചാരിക്കില്ല. മറിച്ച് അവർ വിചാരിക്കുന്നത് ഞാനാണ് ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ എൻ്റെ ഫ്രണ്ടാണ് എന്നാണ്. എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് നിങ്ങൾ പോലും ജീവിക്കുന്നത് എന്നായിരിക്കും അവരുടെ മനോഭാവം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ പോലെ ആയിരിക്കും അവർ നിങ്ങളോട് പെരുമാറുന്നുണ്ടാവുക. അതുകൊണ്ട് നിങ്ങളുടെ പ്രൈവസിയെ അവർ ഒരിക്കലും വിലവെക്കുകയുമില്ല. നിങ്ങളുടെ സമയം, നിങ്ങളുടെ പണം, നിങ്ങളുടെ ബഹുമാനം, ഇതിനെ ഒന്നും അവർ വിലവെക്കുകയില്ല. അതായത് നിങ്ങൾ എന്ന വ്യക്തിയെയോ വ്യക്തിത്വത്തെയോ നിങ്ങളുടെ ഇമോഷൻസിനെയോ അല്ല, നിങ്ങളിൽ നിന്ന് കിട്ടാനുള്ള എന്തിനെയോ ആണ് അവർ ഇഷ്ടപ്പെടുന്നത് എന്നാണ് അർത്ഥം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കൂ, വീഡിയോ ഷെയർ ചെയ്യൂ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.